എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 3 ടോപ്പിക്കുകളാണ്. ഒന്നാമതായിട്ട് ഫെയിലിയേഴ്സ് ഓഫ് ദി റിവറ്റഡ് ജോയിൻറ്റ്. ഫെയിലിയേഴ്സ് ഓഫ് ദി റിവറ്റഡ് ജോയിൻസ്. പിന്നെ അടുത്തതായിട്ട് സ്ട്രെങ്ത് ഓഫ് ദി riveted joints. The last one, efficiency of the riveted joints. ഈ 3 ടോപ്പിക്കുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഫെയിലിയേഴ്സ് ഓഫ് ദി റിവറ്റഡ് ജോയിൻസ് ആണ്. പിന്നെ സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിൻറ്റ്, അത് കഴിഞ്ഞ് ലാസ്റ്റ് എഫിഷ്യൻസി ഓഫ് ദി റിവറ്റഡ് ജോയിൻറ്റ്. ഇത് 3ഉം കണക്റ്റഡാണ്. ഫെയിലിയേഴ്സ് ഓഫ് ദി റിവറ്റഡ് ജോയിൻറ്റ് നമുക്ക് സ്ട്രെങ്ത്ത് കിട്ടും, അതേപോലെ സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആ സ്ട്രെങ്ത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ഓഫ് ദി റിവറ്റഡ് ജോയിൻറ്റ് നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ അതിൽ 4 ഫെയിലിയേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫെയിലിയേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫെയിലിയേഴ്സ് ഓഫ് ദി റിവറ്റഡ് ജോയിൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ഫെയിലിയേഴ്സ് ഓഫ് ദി റിവറ്റഡ് ജോയിൻസ്? ഏതൊക്കെയാണ് നമ്മുടെ റിവറ്റഡ് ജോയിൻറ്റിൽ വരുന്ന ഫെയിലിയർ? എന്താണ് ഒരു റിവറ്റഡ് ജോയിൻറ്റിൻ്റെ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റിവറ്റഡ് ജോയിൻറ്റ് എന്തിന് വിധേയമാകാം? ഡാമേജിന് വിധേയമാകാം. എങ്ങനെയാണ് ആ റിവറ്റഡ് ജോയിൻറ്റ് ഫെയിലിയർ ആവുക? നമുക്ക് ഏത് ജോയിൻറ്റിനും നമുക്ക് താങ്ങാൻ പറ്റുന്ന മാക്സിമം ലോഡ് ഉണ്ടായിരിക്കും, അല്ലേ? ആ ലോഡിനെക്കാട്ടിലും കൂടിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ആ ജോയിൻറ്റ് ഫെയിലിയർ ആകും. അതേപോലെ തന്നെ നമ്മളെന്താണ്, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ നമ്മൾ റിവറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിവറ്റഡ് ജോയിൻസിന് താങ്ങാൻ വേണ്ടി പറ്റുന്ന മാക്സിമം ലോഡ് ഉണ്ടായിരിക്കും. ആ ലോഡിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ലോഡ് നമ്മൾ ആ പ്ലേറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജോയിൻറ്റ് ഫെയിലിയർ ആകും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഫെയിലിയർ ആകുന്നത് അതിനനുസരിച്ച് എന്ത് മാറും? നമ്മളെ പേര് മാറും, ഫെയിലിയറിൻ്റെ പേര് മാറും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മളുടെ റിവറ്റഡ് ജോയിൻറ്റിലുള്ള ഫെയിലിയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അറ്റ് ആൻ എഡ്ജ്. ഓക്കെ, ഒന്നാമതായിട്ട് വരുന്നത് ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അറ്റ് ആൻ എഡ്ജ്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് പ്ലേറ്റിൽ. ഇത് നമ്മുടെ 2 പ്ലേറ്റുകൾ തമ്മിൽ റിവറ്റഡ് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്ലേറ്റിന് വരുന്ന ഫെയിലിയർ ആണിത്. ഓക്കെ, അപ്പോൾ പ്ലേറ്റിന് ഫെയിലിയർ വരുമ്പോൾ സംഭവിക്കും, നമ്മൾ ആ ജോയിൻറ്റിന് ഫെയിലിയർ വരും. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്ന ഫെയിലിയർ ആണ് ഇത്. രണ്ടാമതായിട്ട് വരുന്നതാണ് ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അക്രോസ് ദി റോ ഓഫ് റിവറ്റ്സ്. ഓക്കെ, ടിയറിംഗ് ഓഫ് ദി plate across the row of rivets. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് ഇത് ഷിയറിംഗ് ഓഫ് റിവറ്റ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ആദ്യത്തെ 2 പറഞ്ഞ എന്താണ്? പ്ലേറ്റിന് വരുന്നതാണ്. ഓക്കെ, ഒന്ന് ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് ഓഫ് അറ്റ് എൻ എഡ്ജ് ആണ്. പിന്നെ അടുത്ത് രണ്ടാമത് വരുന്നത് എന്താണ്? ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അക്രോസ് ദി റോ ഓഫ് പ്ലേറ്റ് റിവറ്റ്സ് ആണ്. അതായത് ആദ്യത്തെ 2 എന്താണ്? നമ്മൾ റിവറ്റഡ് ജോയിൻറ്റിലെ പ്ലേറ്റിന് വരുന്ന ഫെയിലിയർ ആണ്. ഓക്കെ, മൂന്നാമതായിട്ട് വരുന്നത് ഏതാണ്? മൂന്നാമതായിട്ട് വരുന്നത് ഷിയറിംഗ് ഓഫ് റിവറ്റ് ആണ്. അതായത് ഷിയറിംഗ് ഓഫ് റിവറ്റ്സ്. ഇത് റിവറ്റിന് വരുന്ന ഫെയിലിയർ ആണ്. ഓക്കെ, ഷിയറിംഗ് ഓഫ് ദി റിവറ്റ്സ്. നാലാമതായിട്ട് വരുന്നതാണ് ക്രഷിംഗ് ഓഫ് ദി റിവറ്റ്സ്. ക്രഷിംഗ് ഓഫ് ദി റിവറ്റ്സ്. ഇത് റിവറ്റിനും വരാം, അതേപോലെ പ്ലേറ്റിനും വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 തരത്തിലുള്ള ഫെയിലിയറെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫെയിലിയറെ പറ്റി നോക്കാം. നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അറ്റ് എൻ എഡ്ജ് നോക്കാം. ഓക്കെ, ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അറ്റ് എൻ എഡ്ജ്. ഓക്കെ, ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അറ്റ് എൻ എഡ്ജ്. എന്താണിത് പറയുന്നത്? നമുക്കറിയാം, 2 പ്ലേറ്റുകൾ തമ്മിൽ നമ്മൾ
റിവറ്റഡ് ജോയിൻറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ നമ്മൾ റിവറ്റഡ് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേറ്റിന് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ലോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനേക്കാളും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ എഡ്ജ്, അതായത് നമ്മൾ ആ പ്ലേറ്റിൻ്റെ എഡ്ജിന് എന്ത് സംഭവിക്കും, ടിയറിങ് സംഭവിക്കും, കീറും അല്ലേ. അപ്പം നമുക്ക് ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ഫിഗറിലേക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ഈ ഫിഗർ നോക്കൂ. അപ്പോൾ ഇതെന്താണ് ഇവിടെ നമ്മൾ കാണിച്ചത്, ലാപ്പ് ജോയിൻ്റ് ആണ് അല്ലേ. ലാപ്പ് ജോയിൻറ്റ് മീൻസ് എന്താണ്, രണ്ട് പ്ലേറ്റിനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു പ്ലേറ്റ് ആണ്, ഇത് അടുത്ത പ്ലേറ്റ് ആണ്. ഓക്കെ, ഇതെന്ത് ചെയ്തു, നമ്മൾ ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു റിവറ്റ് ചെയ്തു. ഓക്കെ, റിവറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തു. ഓക്കെ, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തു. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കും, നമ്മൾ ഒരു ലോഡിനെക്കാളും ഇതിന് താങ്ങാൻ പറ്റുന്ന ഇതിന് ടിയറിങ് സംഭവിക്കാതിരിക്കാനുള്ള ലോഡ് ഉണ്ടായിരിക്കും. അതിനെക്കാട്ടിലും ലോഡ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ സംഭവിക്കും, ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ എഡ്ജ് അല്ലേ, എഡ്ജ് ഇങ്ങനെ ടിയറിങ് സംഭവിക്കും. അതായത് റിവറ്റിൻ്റെ എഡ്ജ് എന്ത് ചെയ്യും, ഇങ്ങനെ ടിയറിങ് സംഭവിക്കും, കീറും. ഓക്കെ, അപ്പോൾ ഇതിന് താങ്ങാൻ പറ്റുന്ന ഒരു മാക്സിമം ലോഡ് ഉണ്ടായിരിക്കും. അതിനെക്കാട്ടിലും ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇതിനെക്കാട്ടിലും ലോഡ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇതിന് ടിയറിങ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഈ ടിയറിങ് സംഭവിക്കാണ്ടിരിക്കാനുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ആ കണ്ടീഷനാണ് ഇത്, എം ഈസ് എന്താവണം, എം ഈസ് ഗ്രേറ്റർ ദാൻ 1 d ആയിരിക്കണം. ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ എം ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ഡി. ഇവിടെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് ആണ്, അതായത് നമ്മൾ കൊടുക്കുന്ന റിവറ്റിൻ്റെ ഡയമീറ്റർ ആണ്. ഇവിടെ എം എന്ന് പറഞ്ഞാൽ എന്താണ്, എം എന്ന് പറഞ്ഞാൽ മാർജിൻ ആണ്. ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ മാർജിൻ. മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള എഡ്ജിലേക്ക്, അതായത് പ്ലേറ്റിൻ്റെ എഡ്ജിലേക്കുള്ള ലെങ്ത് ആണ് എന്ത്, മാർജിൻ. അപ്പോൾ ഇവിടെ ഈ ഒരു റിവറ്റിൻ്റെ മാർജിൻ എന്താണ്, ഈ ഒരു റിവറ്റിൻ്റെ മാർജിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ തൊട്ടിട്ട് എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇത് മാർജിൻ, അതായത് ഇവിടെ മുകളിൽ കാണിച്ചിട്ടുണ്ട് എം. ഓക്കെ, അപ്പോൾ ഈ എം എന്ത് വേണം, എം എപ്പോഴും 1.5 d-നെക്കാട്ടിലും എന്ത് വേണം, കൂടുതലായിരിക്കണം. ഓക്കെ, ഈ മാർജിൻ എന്ന് പറയുന്നത് 1.5 d-നെക്കാട്ടിലും കൂടുതലായിരിക്കണം. അതായത് 1.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ദി റിവറ്റ്. ഓക്കെ, അതിനെക്കാട്ടിലും കൂടുതലായി കഴിഞ്ഞാൽ സംഭവിക്കില്ല, ഒരിക്കലും ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഫസ്റ്റ് ഫെയിലിയർ. ഓക്കെ, ഫസ്റ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ്, ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അറ്റ് ആൻ എഡ്ജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഫെയിലിയറിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഫെയിലിയർ ഏതാണ്, അടുത്ത ഫെയിലിയർ എന്ന് പറയുന്നത് ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അക്രോസ് ദി റോ ഓഫ് റിവറ്റ് അല്ലേ. ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അക്രോസ് ദി റോ ഓഫ് പ്ലേറ്റ്. ഇപ്പം രണ്ടാമത്തെ വരുന്നത് ഏതാണ്, ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ്, ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് എന്താണ്, അക്രോസ് ദി റോ, across the row of rivets ആണ് അല്ലേ. അപ്പോൾ ഇതും അതേപോലെ എന്താണ്, ഈ ഒരു ഫെയിലിയറും അതേപോലെ നമ്മളെ പ്ലേറ്റിന് സംഭവിക്കുന്നതാണ്. ഇത് റിവറ്റഡ് ജോയിൻറ്റിലുള്ള പ്ലേറ്റിന് സംഭവിക്കുന്ന ഫെയിലിയർ ആണ് ഇത് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അക്രോസ് ദി റോ ഓഫ് റിവറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗർ നോക്കൂ. ആ ഫിഗർ നമുക്ക് കാണാം, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ, ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ താഴത്തെ ഒരു പ്ലേറ്റ് ഉണ്ട്, ഓവർലാപ്പ് ചെയ്താണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റിവറ്റഡ് ജോയിൻറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു അല്ലേ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ഇതിലെ റോ ഓഫ് റിവറ്റിൽ, അതായത് ഇതിൻ്റെ റോ ഓഫ് റിവറ്റിൽ അക്രോസ് ആയിട്ട് നമ്മളെ പ്ലേറ്റിന് വരുന്ന ഫെയിലിയർ ആണ് ഇത്, നമ്മളുടെ ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അക്രോസ് ദി റോ ഓഫ് റിവറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു പ്ലേറ്റിന് അല്ലേ അക്രോസ് ആയിട്ട് വരുന്ന നമ്മളെ ഈ ഒരു റിവറ്റഡ് ജോയിൻറ്റിൽ നമ്മളുടെ എന്താണ്, പ്ലേറ്റിൽ വരുന്ന ടിയറിംഗ് ആണ് അല്ലേ. അത് വരുന്നത് സംഭവിക്കുന്ന ഇതിലാണ്, നമ്മുടെ പ്ലേറ്റിലാണ് ഈ ഒരു ടിയറിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മളെ ഈ റോ ഓഫ് റിവറ്റിന് അക്രോസ് ആയിട്ടാണ് ഈ ഒരു ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, ഇതും അതേപോലെ എന്താണ്, നമുക്ക് ഈ ഒരു റിവറ്റഡ് ജോയിന്റിന് താങ്ങാൻ പറ്റുന്ന ഒരു മാക്സിമം ലോഡ് ഉണ്ടായിരിക്കും. അതിനെക്കാട്ടിലും ആ ഒരു ലോഡിനെക്കാട്ടിലും കൂടുതലാവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, കൂടുതലാവുമ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് ഈ ഒരു ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോന്നും എന്താണ്, ഇവിടെ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ചിത്രത്തിൽ പി എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് മീൻ ബൈ പി. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ഓഫ് ദി റിവറ്റ് ആണ് അല്ലേ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ഓഫ് ദി റിവറ്റ് ആണ്. ഓക്കെ, അതേപോലെ വേറെ എന്തൊക്കെയാണുള്ളത്, നമുക്ക് ഡി ഉണ്ട് അല്ലേ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി നമുക്കറിയാം, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് ഓഫ് ദി റിവറ്റഡ് ജോയിൻ്റ് ആണ് അല്ലേ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് ആണ് അല്ലേ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇതിന് താങ്ങാൻ പറ്റുന്ന
അല്ല ഇതിന് നമുക്കറിയാം ഇതൊരു ലോഡ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് താങ്ങാൻ പറ്റും. ആ ലോഡിനെക്കാട്ടിലും കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് എന്ത് സംഭവിക്കുക, നമുക്കിത് ഫെയിലിയർ ആവുക. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ടെൻസൈൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ടെൻസൈൽ ലോഡാണ്. അതായത് ഇതിന് താങ്ങാൻ പറ്റുന്ന, ഈ ഒരു ജോയിന്റിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ടെൻസൈൽ ലോഡ് എത്രയാണ്. അപ്പോൾ അതിനേക്കാളിന് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനേക്കാളിന് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കണ്ടത് ഈ ഒരു ടെൻസൈൽ ലോഡാണ്. അപ്പോൾ അതിനേക്കാട്ടിലും കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനേക്കാളും കൂടുതലായിട്ടുള്ള ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഇത് ഫെയിലിയർ ആവും, അല്ലേ, ഈ ഒരു ജോയിന്റ് ഫെയിലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ടെൻസൈൽ ലോഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ലോഡ് ബൈ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലോഡ് കണ്ടുപിടിക്കുക. ലോഡ് എങ്ങനെ കണ്ടുപിടിക്കുക, ലോഡ് ഈസ് ഈക്വൽ എന്താണ്, സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സ്ട്രെസ്സും അതേപോലെ ഇവിടെയുള്ള ടെൻസൈൽ ലോഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ടെൻസൈൽ സ്ട്രെസ്സും അതേപോലെ ഏരിയയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് കിട്ടും, ടെൻസൈൽ ലോഡ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം, ടെൻസൈൽ ലോഡ്. ഓക്കെ, ടെൻസൈൽ ലോഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ടെൻസൈൽ ലോഡ് ഈസ് ഈക്വൽ ടു എന്താണ്, ടെൻസൈൽ ലോഡ് ഈസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ടെൻസൈൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്, അല്ലേ, ടെൻസൈൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. എന്താണ് ഇവിടെയുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏരിയ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഏരിയ ഏതാണ്, ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് ഉണ്ട്, നമ്മൾ ഇവിടെ പ്ലേറ്റിന് സംഭവിക്കുന്നതാണ്, അല്ലേ, നമ്മൾ പറഞ്ഞു ഈ ഒരു ടിയറിംഗ് എന്ന് പറയുന്നതാണ് പ്ലേറ്റിന് സംഭവിക്കുന്ന ഫെയിലിയർ ആണ്, അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത് ഇൻറ്റു എന്താണ്, ഈ ഒരു ലെങ്ത് ഇൻറ്റു തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്, അതായത് എന്താണ് നമുക്ക് അതിൻ്റെ 3 ഡയമെൻഷനിലെ ചിത്രം എങ്ങനെ വരും, അതായത് ഈ ഒരു ലെങ്ത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ പ്ലേറ്റിൻ്റെ തിക്നെസ്. ഓക്കെ, പ്ലേറ്റിൻ്റെ തിക്നെസ് നേരെ ഇതിൻ്റെ താഴോട്ടുണ്ടാവും. ഓക്കെ, ഓരോ പ്ലേറ്റിനും തിക്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമ്മളുടെ ഇവിടെ കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം, അതേപോലെ തിക്നെസ് നമുക്കറിയാം, തിക്നെസ് എന്ന് പറഞ്ഞത് ടി ആണ്. ഓക്കെ, എങ്ങനെ നമ്മൾ ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കുക, ഈ ഒരു ലെങ്ത് എങ്ങനെ നമുക്ക് കിട്ടുക, ആ ലെങ്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, നമുക്കറിയാം ഈ 2 റിവറ്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് എന്താണ്, പി ആണ്, അല്ലെ, പിച്ചാണ്, പിച്ച് ഓഫ് ദി റിവറ്റ് ആണ്. ഓക്കെ, ഈ ഓരോ റിവറ്റിൻ്റെയും ഡയമീറ്റർ നമുക്കറിയാം, ഡി അറിയാം. നമുക്ക് ഇവിടുന്ന് തൊട്ടിട്ട് ഈ സെൻറ്റർ തൊട്ടിട്ട് ഈ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ 2 റിവറ്റുകളുടെയും ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ബിറ്റ്വീൻ ദ റിവറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക, നമുക്കിത് പി ആണെന്നറിയാം. ഈ പി നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്താൽ മതി, ഈ ഒരു റിവറ്റിൻ്റെ റേഡിയസ് മൈനസ് ചെയ്താൽ മതി, ഈ ഒരു റിവറ്റിൻ്റെ റേഡിയസ് മൈനസ് ചെയ്താൽ മതി. അതായത് എന്താണ്, 2 റേഡിയസ് മീൻസ് എന്താണ്, ഡയമീറ്റർ. അതായത് ഈ പിയിൽ നിന്നും ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ ടി ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ എന്ന് പറഞ്ഞാൽ പി മൈനസ് ഡി, അല്ലെ, പി മൈനസ് ഡി എന്താ, ഈ ലെങ്ത് ആയി, പിന്നെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ടി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഇതിൻ്റെ ടെൻസൈൽ ലോഡ്. അതായത് ഈ ഒരു ടെൻസൈൽ ലോഡിനെക്കാട്ടിലും കൂടുതലുള്ള ലോഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഈ ഒരു റിവറ്റഡ് ജോയിന്റ് ഫെയിലിയർ ആവും. ഓക്കെ, എങ്ങനെ ഫെയിലിയർ ആവും, ഏത് രീതിയിലുള്ള ഫെയിലിയർ ആണാവുക, ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് അക്രോസ് ദി റോ ഓഫ് റിവറ്റ് സംഭവിക്കും. അതായത് ഈ റിവറ്റിന് കുറുകെ എന്ത് ചെയ്യും, ഈ പ്ലേറ്റ് ഫെയിലിയർ ആകും. ഓക്കെ, അപ്പോൾ മനസ്സിലായി നിർത്തുന്നു. അപ്പോൾ ഇതാണ് 2ാമത്തെ ഫെയിലിയർ. ഓക്കെ, ഇതിപ്പോൾ ഒരു റോ ഓഫ് റിവറ്റിന്റെ കേസ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ മൾട്ടിപ്പിൾ റോ ആയത്, ഇവിടെയും ഒരു റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഇൻറ്റു 2 ആവും. ഓക്കെ, ഇത് സിംഗിൾ റിവറ്റഡിന്റെ കേസാണ് പറഞ്ഞത്. ഡബിൾ റിവറ്റഡ് ആകുമ്പോൾ സംഭവിക്കും, ഇവിടെ 2 ആവും. ട്രിപ്പിൾ റിവറ്റഡ് ആകുമ്പോൾ ഇവിടെ 3 ആകും. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ റിവറ്റഡ് ആകുമ്പോൾ സംഭവിക്കും, നമുക്ക് എന്താണ് ഇക്വേഷൻ വരിക, പി ടി സി ഈക്വൽ എന്ത് ചെയ്താൽ, ഇത് സിംഗിൾ റിവറ്റഡിന്റെ കേസാണ്, ഇത് നമുക്കറിയാം, ഇത് സിംഗിൾ റിവറ്റഡിന്റെ കേസാണ്, സിംഗിൾ റിവറ്റഡ് ജോയിന്റിന്റെ കേസാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് മൾട്ടി റിവറ്റഡ് കേസിൽ നമുക്ക് എങ്ങനെ ഇതാ, സിഗ്മ ടി ഇൻറ്റു പി മൈനസ് ഡി ഇൻറ്റു ടി ഇൻറ്റു എൻ എന്ന് എഴുതാം. ഓക്കെ, ഫോർ എന്താണ്, ഫോർ മൾട്ടിപ്പിൾ റിവറ്റഡ്, അല്ലെ, മൾട്ടിപ്പിൾ റിവറ്റഡ് ജോയിന്റ്. ഓക്കെ, ഫോർ മൾട്ടിപ്പിൾ റിവറ്റഡ് ജോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി നിർത്തുന്നു. നമുക്ക് അടുത്തതായിട്ട് നമുക്ക് 3ാമത്തെ ഫെയിലിയർ നോക്കാം. എന്താണ് 3ാമത്തെ ഫെയിലിയർ? 3ാമത്തെ ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ്, അതാണ് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. 3ാമത്തെ ഫെയിലിയർ എന്ന് പറയുന്നത് ഷിയറിംഗ് ഓഫ് റിവറ്റ്. ഓക്കെ, ഷിയറിംഗ് ഓഫ് റിവറ്റ്. 3ാമത്തത് ഷിയറിംഗ് ഓഫ് റിവറ്റ്. ഓക്കെ, എന്താണ് ഷിയറിംഗ് ഓഫ് റിവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം
നമ്മൾ രണ്ട് പ്ലേറ്റ് നമുക്ക് നോക്കൂ, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ നമ്മൾ റിവെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ റിവെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഷിയറിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫെയിലിയറാണ് ഇത് ഷിയറിംഗ് ഓഫ് ദി റിവെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലെ ഫിഗർ നോക്കൂ, മുകളിലെ പ്ലേറ്റിൽ എന്താണ്, മുകളിലെ ഫിഗർ എന്താണ്, ഏത് ടൈപ്പ് റിവെറ്റഡ് ജോയിൻ്റ് ആണ്, അതിൻ്റെ പേരെന്താണ് നമുക്കറിയാം, ലാപ്പാണ് അല്ലേ, ലാപ്പ് ജോയിൻ്റ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇത് സിംഗിൾ റിവെറ്റഡ്, അതായത് ഒരു റോയിൽ കാണിച്ചുള്ളൂ. അപ്പോൾ ഇത് സിംഗിൾ റിവെറ്റഡ് ലാപ്പ് ജോയിൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് സിംഗിൾ റിവെറ്റഡ് ലാപ്പ് ജോയിൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. അല്ല, ഈ ഫിഗർ എന്താണ് കാണിച്ചിട്ടുള്ളത്, ഈ ഫിഗർ എന്താണ്, ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ബട്ട് ജോയിൻ്റ് ആണ്. ബട്ട് ജോയിൻ്റ് ആണ്. അതേപോലെ എന്താണ്, രണ്ട് കവർ ഉണ്ട് അല്ലേ, ഡബിൾ കവർ ഉണ്ട് അല്ലെ, മുകളിലും ഒരു കവർ ഉണ്ട്, താഴത്തും ഒരു കവർ ഉണ്ട്. എങ്ങനെയാണ് ബട്ട് ജോയിൻ്റ് ഉണ്ടാവുക, ബട്ട് ജോയിൻ്റ് ഉണ്ടാവുക എങ്ങനെയാണ്, നമ്മൾ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, യോജിപ്പിച്ച് വെക്കുക. രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുക എന്ത് ചെയ്യുക, നമ്മൾ മുകളിൽ ഒരു കവർ ഉള്ളെങ്കിൽ എന്താണ്, അത് സിംഗിൾ കവറാണ്. താഴത്തും കവർ വരികയാണെങ്കിൽ എന്താണ്, അത് ഡബിൾ കവറാണ്. ഇവിടെ കാണിച്ചില്ല എന്താണ്, ഡബിൾ കവർ അല്ലേ, എന്താണ് സിംഗിൾ റിവെറ്റഡ് തന്നെ, ഒറ്റ റിവെറ്റേ ഉള്ളൂ, സിംഗിൾ റിവെറ്റഡ് എന്താണ് ഡബിൾ കവർ എന്താണ് ബട്ട് ജോയിൻ്റ് ആണ് അല്ലേ, ബട്ട് ജോയിൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചുള്ള രണ്ട് ഫിഗർ നമ്മൾ പറഞ്ഞു, അതിൻ്റെ പേര് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഷിയറിംഗ് ഓഫ് റിവെറ്റ് സംഭവിക്കുന്നത്? അപ്പോൾ നോക്കൂ, ഇങ്ങനെയുള്ള റിവെറ്റഡ് ജോയിൻറ്റിൽ നമ്മൾ ഷിയർ ഫോഴ്സ് കൊടുക്കുമ്പോൾ, ഷിയർ ഫോഴ്സ് കൊടുക്കുമ്പോൾ റിവെറ്റ് ഉണ്ടാകുന്ന ഫെയിലിയർ ആണ്. ഇപ്പോൾ നോക്കൂ, ഇതെന്താണ്, നമ്മുടെ റിവെറ്റ് ഇവിടെ ഫെയിലിയർ ആയി അല്ലേ. ഇവിടെ എന്ത് സംഭവിച്ചു, അതിനെന്ത് സംഭവിച്ചു, ഷിയറിംഗ് സംഭവിച്ചു അല്ലേ. ഇവിടെ എന്തേ ഉള്ളൂ, ഒറ്റ ഷിയറിംഗ് ഉള്ളൂ അല്ലേ. ഇവിടെ ഒറ്റ ഷിയറിംഗ് അല്ല സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെന്ത് പറയും, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾ ഷിയർ. ഇവിടെ ഒറ്റ ഷിയറിങ്ങേ സംഭവിക്കുന്നുള്ളൂ, സിംഗിൾ ഷിയറേ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, ഈ കേസിൽ എന്താണ്, ഇവിടെ മുകളിൽ ഒരു ഷിയറിംഗ് ഉണ്ട്, അതേപോലെ താഴത്തെ ഒരു ഷിയറിംഗ് ഉണ്ട്. അപ്പോൾ ഈ കേസിന് നമ്മൾ പറയുന്ന പേരെന്താണ്, ഡബിൾ ഷിയർ ആണ്. ഡബിൾ ഷിയർ, അതായത് രണ്ട് ഭാഗത്ത് എന്ത് ചെയ്തു, അതിന് ഷിയറിംഗ് സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ലാപ്പ് ജോയിൻറ്റിൻ്റെ കേസിൽ, അതായത് നോക്കൂ, ഇവിടെ നോക്കൂ, നമ്മളുടെ ലാപ്പ് ജോയിൻറ്റിൽ എപ്പോഴും വരിക എന്താണ്, ലാപ്പ് ജോയിൻറ്റിൽ എപ്പോഴും വരിക സിംഗിൾ ഷിയർ ആയിരിക്കും. ലാപ്പ് ജോയിൻറ്റ് എപ്പോഴും വരിക സിംഗിൾ ഷിയർ ആയിരിക്കും. ഇനി നമ്മളുടെ ബട്ട് ജോയിൻ്റ് ആണെങ്കിൽ, ബട്ട് ജോയിൻറ്റിൻ്റെ കേസിൽ അതിൽ സിംഗിൾ കവർ, അതായത് ഒറ്റ കവറേ ഉള്ളെങ്കിൽ എന്താണ്, എന്ത് സംഭവിക്കുള്ളൂ, സിംഗിൾ ഷിയറേ സംഭവിക്കുള്ളൂ. സിംഗിൾ ഷിയറേ സംഭവിക്കുള്ളൂ. പക്ഷേ എങ്കിൽ ബട്ട് ജോയിൻറ്റിൽ രണ്ട് കവറുള്ള കേസ്, അതായത് ഡബിൾ കവറുള്ള കേസിൽ എന്ത് സംഭവിക്കും, ഡബിൾ കവറുള്ള കേസിൽ ഡബിൾ ഷിയറിംഗ് സംഭവിക്കും. അപ്പോൾ ഈ ഒരു കേസാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കേസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബട്ട് ജോയിന്റ് വിത്ത് ഡബിൾ കവർ. ബട്ട് ജോയിന്റ് അതേപോലെ ഡബിൾ കവർ ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഡബിൾ ഷിയർ സംഭവിക്കുന്നുണ്ട്. ബാക്കിയുള്ള കേസിലൊക്കെ എന്തേ ഉള്ളൂ, സിംഗിൾ ഷിയറേ സംഭവിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ കാണിച്ചുള്ള ഓരോന്നിൻ്റെയും നമ്മളിവിടെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ മൂന്ന് കേസിൻ്റെയും ഈ മൂന്ന് കേസിൻ്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്ന ഏതാണ്, ഫസ്റ്റ് വരുന്നത് സേഫ് ലോഡ്. അപ്പം നേരത്തെ പറഞ്ഞ കേസ് തന്നെ. നേരത്തെ പറഞ്ഞ കേസ് എന്തായിരുന്നു, നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സേഫ് ലോഡാണ്. അതായത് ഏത് ലോഡ് വരെ നമുക്ക് ഷിയറിംഗ് കൊടുക്കാൻ പറ്റും. ഏത് ലോഡ് വരെ നമുക്ക് ഷിയറിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും, അതായത് വിത്തൗട്ട് ഫെയിലിയർ. അതിനേക്കാളും കൂടി കഴിഞ്ഞാൽ സംഭവിക്കും, ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഷിയർ ലോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഷിയർ ലോഡ് എങ്ങനെ കണ്ടുപിടിക്കുക, സിഗ്മ എസ്, അതായത് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ എങ്ങനെയായിരിക്കും വരിക, ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു റിവെറ്റ് ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ റിവെറ്റിൻ്റെ കേസാണ്, റിവെറ്റ് ഉണ്ടാകുന്ന ഫെയിലിയർ ആണ്, നോട്ട് ഫോർ ദി പ്ലേറ്റ്. ഇവിടെ ഇതൊരു റിവെറ്റാണ് എഴുതിക്കോ. ആ റിവെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ റിവെറ്റിൻ്റെ ഈ ഒരു ഏരിയ, മുകളിലുള്ള ഈ ഒരു ഏരിയ ഉണ്ടോ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ ഇങ്ങനെയുള്ള ക്രോസ് സെക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ സർക്കിളിൻ്റെ ഏരിയ ആണ് എടുക്കേണ്ടത്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ്, π/4d², അതായത് റിവെറ്റിൻ്റെ ഏരിയ. ഇത് റിവെറ്റിൻ്റെ ഡയമീറ്റർ ആണ്, റിവെറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ കേസുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സേഫ് ലോഡ് പെർ പിച്ച് ലെങ്ത്. അപ്പോൾ ഇവിടെയും പെർ പിച്ച് ലെങ്ത്തുള്ള കേസാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. സേഫ് ലോഡ് പെർ പിച്ച് ലെങ്ത്. നമുക്ക് ആദ്യത്തെ കേസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. സേഫ് ലോഡ് പെർ പിച്ച് ലെങ്ത്, സേഫ് ലോഡ് പെർ പിച്ച് ലെങ്ത് in case of a lap joint.
അപ്പോൾ നമുക്കറിയാം ലാപ്പ് ജോയിന്റ് കേസിൽ എന്ത് സംഭവിക്കുന്നുള്ളൂ, സിംഗിൾ ഷിയറേ സംഭവിക്കുന്നുള്ളൂ അല്ലേ. ലാപ്പ് ജോയിന്റ് കേസിൽ സിംഗിൾ ഷിയറേ സംഭവിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്തായിരിക്കും നമ്മളുടെ ഇക്വേഷൻ വരിക? നമ്മളുടെ ഇക്വേഷൻ വരുന്നത് PS ഈക്വൽ ടു നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഫസ്റ്റ് നമുക്ക് ഏരിയ കൊടുക്കുക. അപ്പോൾ ഇവിടെ സിംഗിൾ ഷിയറേ ഉള്ളൂ. സിംഗിൾ ഷിയറിന്റെ കേസ് ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1 ഇൻറ്റു എന്ന് എഴുതാം. 1 ഇൻറ്റു നമുക്ക് തുടക്കത്തിൽ എഴുതാം. ഓക്കെ, പിന്നെ എന്തേ ഉള്ളൂ, π/4 ഡി സ്ക്വയർ അല്ലെ, ഡി സ്ക്വയർ ഇൻറ്റു ഏരിയ എത്രയാണ് അല്ലെ, ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ റിവറ്റിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്, ഇൻറ്റു അതിൻ്റെ എന്താണ് ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ, ഇവിടെ ഈ 1 അപ്ലൈ ചെയ്ത് 1 കൊടുത്ത് എന്താണ്, അത് ഒരു സിംഗിൾ ഷിയറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 1 കൊടുത്തത്. ഡബിൾ ഷിയർ ആണെങ്കിൽ അവിടെ 2 നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ ഷിയറിന്റെ കേസാണ്. സിംഗിൾ ഷിയറിന്റെ കേസാണ്. പിന്നെന്താണ്, നമ്മളുടെ സിംഗിൾ റിവറ്റഡിന്റെ കേസാണ്. സിംഗിൾ റിവറ്റഡിന്റെ കേസാണ്. അതായത് ഒരു റോ ഓഫ് റിവറ്റ് മാത്രമേ ഉള്ളൂ. എന്താണ് സിംഗിൾ റിവറ്റഡ് എന്ന് പറഞ്ഞാൽ? അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതിന്റെ നമ്മൾ ഇവിടെ കാണിച്ചുള്ളത് എന്താണ്, ഒരു അതിന്റെ എന്ത് കാണിച്ചുള്ളത്, സൈഡ് വ്യൂ ആണ് കാണിച്ചുള്ളത് അല്ലെ. നമ്മൾ ടോപ്പ് വ്യൂ ആകുമ്പോൾ എന്തായിരിക്കും, ഇതിന്റെ ബാക്കോട്ടൊക്കെ റിവറ്റ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ സിംഗിൾ റിവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലേറ്റിന്റെ അല്ലെ, നമ്മൾ 2 പ്ലേറ്റിന് എങ്ങനെ നമ്മൾ എങ്ങനെ നമ്മൾ ഇങ്ങനെ ലാപ്പ് ജോയിന്റ് വെച്ചിട്ട് നമ്മൾ ലാപ്പ് ജോയിന്റിൽ നമ്മൾ റിവറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഇങ്ങനെ ഈ ഒരു റിവറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഇങ്ങനെ ഒരു റോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, സിംഗിൾ റിവറ്റഡ് എന്ന് പറയും അല്ലെ. നേരെ മറിച്ച് ഇവിടെ ഒരു റോ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡബിൾ റിവറ്റഡ് എന്ന് പറയും. പിന്നെ റോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ട്രിപ്പിൾ റിവറ്റഡ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ കേസ് എന്താണ്, ഒറ്റ റോ ഓഫ് റിവറ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സിംഗിൾ റിവറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഇനി ഡബിൾ റിവറ്റിന്റെ കേസ് ആകുമ്പോൾ എന്തായിരിക്കും, ഇൻറ്റു 2 വരും. ഓക്കെ, നമ്മളെ ട്രിപ്പിൾ റിവറ്റഡ് ആകുമ്പോഴോ ഇൻറ്റു 3 എന്ന് വരും. അങ്ങനെ നമുക്ക് മൾട്ടി റിവറ്റഡ് കേസ് നമുക്ക് എങ്ങനെ എഴുതാം, മൾട്ടി റിവറ്റഡ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, PS ഈക്വൽ ടു 1 ഇൻറ്റു π/4 ഡി സ്ക്വയർ ഇൻറ്റു എന്തും കൂടി വേണം, പിന്നെ സിഗ്മ എസ് ഇൻറ്റു N വേണം അല്ലേ. അവിടെ N എന്ന് പറഞ്ഞാൽ എന്താണ്, N എന്ന് പറഞ്ഞാൽ മൾട്ടി റിവറ്റഡ് ആണ് അല്ലേ. മൾട്ടി റിവറ്റഡ് ആയിട്ടുള്ള ലാപ്പ് ജോയിന്റ് ആണ്. മൾട്ടിപ്പിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് കേസ്. ഓക്കെ, അതായത് N 2 ആണെങ്കിൽ എന്താണ്, ഡബിൾ റിവറ്റഡ് ആയി. N 3 ആണെങ്കിൽ ട്രിപ്പിൾ റിവറ്റഡ് ആയി. ഓക്കെ, അങ്ങനെ ആ ഒരു കേസ്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ലാപ്പ് ജോയിന്റ് ആണെങ്കിൽ നമുക്ക് ബട്ട് ജോയിന്റ്, ഞാൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല, ബട്ട് ജോയിന്റ് പിന്നെ എന്താണ്, ബട്ട് ജോയിന്റ് സിംഗിൾ കവർ. ബട്ട് ജോയിന്റ് സിംഗിൾ കവർ ആകുമ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ വരിക, PS ഈക്വൽ ടു എന്തായിരിക്കും, അവിടെയും സിംഗിൾ ഷിയർ അല്ലേ ഉള്ളൂ. അപ്പോൾ 1 ഇൻറ്റു π/4 ഡി സ്ക്വയർ ഇൻറ്റു സിഗ്മ എസ്. സെയിം ഇക്വേഷൻ തന്നെയാണ് വരിക. ഓക്കെ, അവിടെ അതേപോലെ എന്താണ്, അവിടെ നമ്മളുടെ മൾട്ടി റിവറ്റഡ് ആകുമ്പോൾ എന്ത് വരും, മൾട്ടി റിവറ്റഡ് ആകുമ്പോൾ 1 ഇൻറ്റു π/4 ഡി സ്ക്വയർ ഇൻറ്റു സിഗ്മ എസ് ഇൻറ്റു N. നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞ അതേ സംഭവം തന്നെ. ഓക്കെ, ഇനി നമ്മൾ ബട്ട് ജോയിന്റ് മൂന്നാമത്തെ കേസാണ് ഇമ്പോർട്ടൻ്റ്. ബട്ട് ജോയിന്റിൽ എന്താണ്, ഡബിൾ കവർ അല്ലേ. ബട്ട് ജോയിന്റിൽ ഡബിൾ കവർ. അപ്പം എന്ത് വരും ഇക്വേഷൻ, PS ഈക്വൽ ടു 2 ബട്ട് ജോയിന്റിൽ ഡബിൾ കവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞു എന്താണ്, 2 ഷിയറിംഗ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു എന്നാണ് എഴുതുക തുടക്കത്തിൽ. ഓക്കെ, 2 ഇൻറ്റു π/4 ഡി സ്ക്വയർ ഇൻറ്റു സിഗ്മ എസ് അല്ലേ. ഇത് നമ്മൾ ഇത്രയേ ഉള്ളൂ എന്തിന്, സിംഗിൾ റിവറ്റഡ് ആണെങ്കിൽ അല്ലേ. ഇനി ഡബിൾ റിവറ്റഡ് ആണെങ്കിൽ എന്ത് വരും, 2 ഇൻറ്റു π/4 ഡി സ്ക്വയർ ഇൻറ്റു സിഗ്മ എസ് ഇൻറ്റു 2 എന്ന് കൂടി വരും. എന്തിനു വേണ്ടിയിട്ട്, ഡബിൾ റിവറ്റഡ് കേസിൽ. ഡബിൾ റിവറ്റഡ് ആണെങ്കിൽ ഇനി മൾട്ടി റിവറ്റഡ് ആണെങ്കിലോ 2 ഇൻറ്റു π/4 ഡി സ്ക്വയർ ഇൻറ്റു സിഗ്മ എസ് ഇൻറ്റു N അല്ലേ. നമുക്ക് N ഏത് വാല്യൂ ആണെങ്കിലാവാം. ഇതെന്താണ് മൾട്ടീൻ്റെ കേസ്, മൾട്ടിപ്പിൾ കേസുകൾ, വേറെ കേസുകൾ. ഓക്കെ, അതായത് എൻ്റെ വാല്യൂ ഇവിടെ 1 ആണെങ്കിൽ സിംഗിൾ റിവറ്റഡ്, 2 ആണെങ്കിൽ ഡബിൾ റിവറ്റഡ്, 3 ആണെങ്കിൽ ട്രിപ്പിൾ റിവറ്റഡ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഷിയറിംഗ് ഓഫ് ദി റിവറ്റ് എന്ന് പറയുന്നത് ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി തീർന്ന് നമുക്ക് ലാസ്റ്റുള്ള ഫെയിലിയർ നോക്കാം. ലാസ്റ്റുള്ള ഫെയിലിയർ ആണ് ഏത്, ക്രഷിംഗ് ഓഫ് ദി റിവറ്റ്. ഓക്കെ, 4ാമത്തേതാണ് ക്രഷിംഗ് ഓഫ് ദി റിവറ്റ്. ഇതിനെ ബിയറിംഗ് എന്നുള്ള പേരും കൂടി നമ്മൾ പറയും. ഓക്കെ, 4ാമത്തേതാണ് ക്രഷിംഗ് ഓഫ് ദി റിവറ്റ്സ്. ഓക്കെ, ഓർ ബിയറിംഗ് എന്നുകൂടിയും പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ക്രഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് വൺ ഓഫ് ദി പ്ലേറ്റ് ഇൻ എ ജോയിന്റ് ഈസ് വീക്കർ ദാൻ ദി അതർ, the crushing of that plate or rivet in contact with that plate will take place.
ഓക്കെ, എന്താണ് പറയുന്നത്? അതായത് ഇപ്പോൾ രണ്ട് പ്ലേറ്റിനെ തമ്മിൽ നമ്മൾ എന്ത് ലാബ് ജോയിന്റ് വെച്ച് നമ്മൾ റിവെറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പ്ലേറ്റിന് ഇവിടെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഫോഴ്സ് അപ്ലൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ക്രഷിങ് സംഭവിക്കുക, ആ ഒരു പ്ലേറ്റിന് ക്രഷിങ് സംഭവിക്കും. ഇവിടെ പ്ലേറ്റിനും ക്രഷിങ് സംഭവിക്കുക, അതേപോലെ സംഭവിക്കുക നമ്മുടെ റിവെറ്റിനും ക്രഷിങ് സംഭവിക്കുക. അതായത് റിവെറ്റഡിന്റെ ജോയിന്റ് നമ്മൾ ഇനീഷ്യൽ ആയുള്ള കേസ് ഇങ്ങനെ ആയിരുന്നുണ്ടായിരുന്നത്, സർക്കിൾ ആയിരുന്നുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ക്രഷിങ് സംഭവിച്ചിട്ടുള്ള റിവെറ്റഡ് ജോയിന്റിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു ഓവൽ ഷേപ്പ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് ക്രഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഏതെങ്കിലും ഒരു പ്ലേറ്റിന് സ്ട്രെങ്ത് കുറവാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫെയിലിയർ ആണ് ഇത് നമ്മളുടെ ക്രഷിങ് ഓഫ് ദി റിവെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അതേപോലെ എന്താണ്, ഇവിടെ ഒരു ലോഡ് വരെ ഇതിന് താങ്ങാൻ പറ്റും. ആ ലോഡിനേക്കാളും കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സംഭവിക്കുന്നത് ഇവിടെ ഫെയിലിയർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്രഷിങ് സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ക്രഷിങ് സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ എഴുതാം? PT എന്ന് എഴുതാം അല്ലേ? PT എന്ന് പറഞ്ഞാൽ എന്താണ്? PT is equal to സിഗ്മ PC എന്ന് എഴുതാം. PC ക്രഷിങ് സ്ട്രെങ്ത് എന്ന് എഴുതാം, PC എന്ന് എഴുതാം. സിഗ്മ C ഇൻറ്റു ഏരിയ അല്ലെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇവിടെ ഏത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്? ഓക്കെ, ഇവിടെ PC എന്ന് പറഞ്ഞാൽ എന്താണ്? PC എന്ന് പറഞ്ഞാൽ ഇതിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ക്രഷിങ് സ്ട്രെങ്ത്, മാക്സിമം ലോഡ്, അതായത് ക്രഷിങ് സ്ട്രെങ്ത് തന്നെ. അതിനേക്കാളും കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സംഭവിക്കും, ഇത് ഫെയിലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്മ C നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ തരും. നമുക്കറിയാം ഏതൊരു മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അവിടെ സിഗ്മ C ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഷിയറിംഗ്, ഒരു ക്രഷിംഗ് സ്ട്രെസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ, നമുക്ക് ഏരിയ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, നമുക്ക് ഏരിയ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഏരിയ നമുക്ക് ഏത് ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ റിവെറ്റ് നമ്മൾ എങ്ങനെയാണ് എഴുതിക്കോളും? ഒരു റിവെറ്റ് എങ്ങനെയാണെന്ന് എഴുതിക്കോളും. അപ്പോൾ ഇതിൽ ഏത് ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്? ഓക്കെ, ഏത് ഏരിയ ആണ് എടുക്കേണ്ടത്? നമ്മൾ എടുക്കേണ്ട ഏരിയ ഇതിൻ്റെ ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ആണ് എടുക്കേണ്ടത്? അല്ല, നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ കണ്ട ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ക്രോസ് സെക്ഷനിലായിട്ടുള്ള ഏരിയ നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇങ്ങനെ കട്ട് ചെയ്യും. അതായത് ഇതിനെങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം? ഇത് ഇങ്ങനെ ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നേരെ താഴത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു സ്ക്വയർ, ഒരു റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. ആ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ത് വരും? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ആണ് അല്ലേ? അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ തിക്നെസ് ആണ്. എന്തിൻ്റെ തിക്നെസ്? നമ്മൾ പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ നമുക്കത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇക്വേഷനിൽ ഇട്ട് നോക്കാം. എന്താണ് നമ്മളുടെ ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ C, അതായത് ക്രഷിംഗ് സ്ട്രെസ് അല്ലേ? അതിൽ നമുക്ക് ഒരു ക്രഷിംഗ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്. ഓക്കെ, ഇൻറ്റു എന്താണ്? ഇൻറ്റു അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ്, പ്ലേറ്റിൻ്റെ തിക്നെസ് ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദി റിവെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഫോർ എന്താണ്? ദിസ് ഈസ് ഫോർ ഈ ഒരു കേസ് എന്തിനാണ്? ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ റിവെറ്റഡിൻ്റെ കേസാണത് അല്ലേ? ഇനി നമ്മൾ ഡബിൾ റിവെറ്റഡ് ആകുമ്പോൾ എന്തായിരിക്കും? ഡബിൾ റിവെറ്റഡ് ആകുമ്പോൾ PC ഈക്വൽ ടു സിഗ്മ C ഇൻറ്റു T ഇൻറ്റു D ഇൻറ്റു 2 ആവും അല്ലേ? ഇതെന്താണ്? ഫോർ ഡബിൾ റിവെറ്റഡ് പറഞ്ഞാൽ എന്താണ്? അല്ല, ഇങ്ങനെ ഉണ്ടാവും, അതേപോലെ ഇങ്ങനെ റിവെറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതൊരു രണ്ട് റോ ഓഫ് റിവെറ്റ് ഉണ്ടാവും. സിംഗിൾ റോ ഓഫ് റിവെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സിംഗിൾ റിവെറ്റ് എന്ന് പറയും. രണ്ട് റോ ഓഫ് റിവെറ്റ് ആണെങ്കിൽ എന്ത് പറയും? നമ്മൾ ഡബിൾ റിവെറ്റഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ക്രഷിംഗ് ഓഫ് ദി റിവെറ്റ്. അപ്പോൾ അവിടെ ക്രഷിംഗ് സ്ട്രെങ്ത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 4 ഫെയിലിയറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ 4 ഫെയിലിയറിൽ എന്തുണ്ട്? ഓരോ സ്ട്രെങ്ത്തുകളുണ്ട്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഏതൊക്കെയാണ്? ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ടെൻസൈൽ സ്ട്രെങ്ത് പഠിച്ചു അല്ലേ? ടെൻസൈൽ സ്ട്രെങ്ത് പഠിച്ചു. പിന്നെ അതേപോലെ ഷിയറിംഗ് സ്ട്രെങ്ത് പഠിച്ചു, ക്രഷിംഗ് സ്ട്രെങ്ത് പഠിച്ചു. ഓക്കെ, അതായത് എന്താണ്? ഇതിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം സ്ട്രെങ്ത്തുകളാണ്. ഓക്കെ, ഇതിനേക്കാളും കൂടുതലായി കഴിഞ്ഞ് ഈ ഒരു ലോഡിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ സംഭവിക്കും അതിന് ടിയറിംഗ് ഓഫ് ദി പ്ലേറ്റ് സംഭവിക്കും. നമ്മുടെ രണ്ടാമത്തെ ഷിയർ നമ്മുടെ ഷിയർ ലോഡിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ സംഭവിക്കും എന്ത് സംഭവിക്കും? അതിന് നമ്മളെ റിവെറ്റ് ഷിയർ ആവും. ക്രഷിംഗ് ലോഡിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ സംഭവിക്കും ആ റിവെറ്റ് ക്രഷ് ആവും, അല്ലെങ്കിൽ പ്ലേറ്റ് ക്രഷ് ആവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫെയിലിയർ ഓഫ് ദി റിവെറ്റഡിൽ നമുക്ക് പറയാനുള്ളത്. ഈ 4 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ 4 ഇക്വേഷനുകളും പഠിച്ചു. നമ്മൾ 4 ഫെയിലിയറിൽ 3 ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ആ 3 ഇക്വേഷൻ എന്ത് ചെയ്യണം? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ആ 3 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എക്സാമിന് പ്രോബ്ലംസ് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് സ്ട്രെങ്ത് ഓഫ് ദി. ഇനി നമുക്ക് 2 ടോപ്പിക്കേ പറയാനുള്ളൂ. ഒന്ന് സ്ട്രെങ്ത് ഓഫ് ദി റിവെറ്റഡ് ജോയിന്റ്, പിന്നെ എഫിഷ്യൻസി ഓഫ് ദി റിവെറ്റഡ് ജോയിന്റും. ഇത് വളരെ എളുപ്പമാണ്. ഫസ്റ്റ് നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദി റിവെറ്റഡ് ജോയിന്റ് പറയാം. സ്ട്രെങ്ത് ഓഫ് ദി
റിവറ്റഡ് ജോയിൻറ്റ്. എന്താണ് നമ്മളൊരു സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ജോയിൻറ്റിന് നമ്മൾ ഏതിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ സയൻസിലൊക്കെ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു മെറ്റീരിയലിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ലോഡ് അല്ലേ, ആ ലോഡിനേക്കാളും കൂടുതലായി കഴിഞ്ഞ് എന്ത് സംഭവിക്കും, ആ മെറ്റീരിയൽ ഫെയിലിയർ ആകും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ റിവറ്റഡ് ജോയിന്റ് കേസിൽ എന്താണ്, നമ്മൾ ആ റിവറ്റഡ് ജോയിന്റ് ചെയ്ത ജോയിന്റിന് റിവറ്റ് ചെയ്ത് നമ്മളുടെ പ്ലേറ്റിന് താങ്ങാൻ പറ്റുന്ന, ആ ജോയിന്റിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ലോഡിനെ പറയുന്ന പേരാണ് എന്ത്, നമ്മളുടെ സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് എന്ന് പറയുന്നത്. അതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ സംഭവിക്കും, അതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ആ റിവറ്റ് ഫെയിലിയർ ആകും, റിവറ്റഡ് ജോയിന്റ് ഫെയിലിയർ ആകും. ഓക്കെ, നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റിന്റെ ഡെഫിനിഷൻ വരുന്നത്, ദ മാക്സിമം ഫോഴ്സ് വിച്ച് എ റിവറ്റഡ് ജോയിന്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ഫെയിലിയർ. അതായത് മാക്സിമം ലോഡ് അല്ലെ, മാക്സിമം ലോഡ് ഓർ മാക്സിമം ഫോഴ്സ് അല്ലെ, maximum load or force എന്താണ്, which a riveted joint can withstand without failure അല്ലെ, without failure. ഓക്കെ, ഈസ് നോൺ ആസ് എന്താണ്, സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് നമുക്ക് കിട്ടുക, ദി മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദി മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ the maximum force which a riveted joint can transmit without failure is the least value among എന്താണ് PT, PS, PB. അതായത് എന്താണ് നമ്മളുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കൂടി പറയാം അല്ലെ, അതായത് മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഫോഴ്സ്, ദി മാക്സിമം ഫോഴ്സ് which a riveted joint can transmit without failure is the least value. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീസ്റ്റ്, ഈ കൺസെപ്റ്റ് നമുക്ക് കിട്ടിയിരിക്കണം. ലീസ്റ്റ് വാല്യൂ ഓഫ് PS, PB or PT. ഓക്കെ, അതായത് once the minimum of the three values reached, the joint will failure. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ്. once the minimum of the three values reached, the joint will fail അല്ലെ, the joint will fail. അതായത് ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഇതിൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും കുറഞ്ഞത് PS ആണെന്ന് എഴുതിക്കോളൂ. PS എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും, PS-നെക്കാളും കൂടുതലുള്ള വാല്യൂ ആയി കഴിഞ്ഞാൽ സംഭവിക്കും, ആ ഒരു റിവറ്റഡ് ജോയിന്റ് ഫെയിലിയർ ആകും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഹെൻസ് ദി സ്ട്രെങ്ത് ഓഫ് ദി ജോയിന്റ് വിൽ ബി ഈക്വൽ ടു ദി ലീസ്റ്റ് വാല്യൂ എമംഗ് PS, PB ഓർ PT. ഓക്കെ, അതാണ് ഇതിൽ പറയാനുള്ളത് സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ്. സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് എന്താണ്, സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ്, സോ ദി സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് ഇസ് ദി ലീസ്റ്റ് വാല്യൂ എമംഗ് PT, അതായത് ടെൻസൈൽ ലോഡ്, PB, അതായത് എന്താണ് PB എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ബിയറിംഗ് അല്ലെ, ബിയറിംഗ് ലോഡ് അല്ലെങ്കിൽ എന്താണ് ക്രഷിംഗ് ലോഡ് എന്ന് പറയാം അല്ലെ. പിന്നെന്ന് പറയുന്നത് PS അല്ലെ, PS എന്ന് പറഞ്ഞാൽ എന്താണ്, PS എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് ലോഡ് അല്ലെ, നമ്മളുടെ ഷിയറിംഗ് ലോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ്. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് എഫിഷ്യൻസി ഓഫ് ദി റിവറ്റഡ് ജോയിന്റ്.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി വളരെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. എന്താ ഓക്കെ, നമുക്ക് എഫിഷ്യൻസി നോക്കാം. എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ദി എഫിഷ്യൻസി ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് ടു ദി സ്ട്രെങ്ത് ഓഫ് ദി സോളിഡ് പ്ലേറ്റ്. അതായത് നമ്മൾ റിവറ്റ് ചെയ്ത ഒരു പ്ലേറ്റിൻ്റെയും റിവറ്റ് ചെയ്യാത്ത ഒരു പ്ലേറ്റിൻ്റെയും തമ്മിലുള്ള കമ്പാരിസൺ ആണെന്ന് പറയുന്നത് നമ്മളുടെ എഫിഷ്യൻസി ഓഫ് ദി റിവറ്റഡ് ജോയിന്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് കൺസിഡർ ചെയ്തോളൂ. അപ്പോൾ ഇതെന്താണ്? റിവറ്റഡ് ജോയിന്റ് ചെയ്യാത്തൊരു പ്ലേറ്റ് ആണ്. ഇനി നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പ്ലേറ്റിന് നമ്മൾ റിവറ്റ് ജോയിന്റ് ചെയ്ത ഒരു പ്ലേറ്റ് ആണെന്ന് എഴുതിക്കോളൂ. അപ്പോൾ നമ്മൾ ഈ സെയിം ലെങ്ത്തിൽ എന്ത് ചെയ്യുക? സെയിം ഒരു പിച്ച് ലെങ്ത്തിൽ ഇവിടെ ഇതിലും അതേപോലെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുക. ഓക്കെ, രണ്ട് സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ വിത്ത് റിവറ്റഡ് ജോയിന്റ് ഡിവൈഡർ ബൈ വിത്ത് റിവറ്റഡ് ജോയിന്റ് ഡിവൈഡർ ബൈ വിത്തൗട്ട് റിവറ്റഡ് ജോയിന്റ് എന്ത് ചെയ്യുക? നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുക. അതാണ് എന്ത് പറയുന്നത്? എഫിഷ്യൻസി. അതായത് റിവറ്റ് ചെയ്യാത്ത പ്ലേറ്റിനെയും റിവറ്റ് ചെയ്ത പ്ലേറ്റിനെയും നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് എഫിഷ്യൻസിയിൽ പറയുന്നത്. ഓക്കെ, അതായത് എഫിഷ്യൻസി ഈസ് ദി സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് ഡിവൈഡർ ബൈ എന്താണ്? ഡിവൈഡർ ബൈ സ്ട്രെങ്ത് ഓഫ് ദി സോളിഡ് പ്ലേറ്റ്. സ്ട്രെങ്ത് ഓഫ് ദി സോളിഡ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് ആയിരുന്നു അല്ലേ? സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അല്ലേ? ഇപ്പോൾ നമ്മൾ പറയുന്നതാണ് എഫിഷ്യൻസി ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് ആണ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലീസ്റ്റ് വാല്യൂ എമംഗ് ലീസ്റ്റ് ഓഫ് എന്താണ്? ഷിയർ ലോഡ് അല്ലേ? ഷിയർ ലോഡ്, ബിയറിംഗ് ഓർ ക്രഷിംഗ് അല്ല, പി ബി അല്ലെങ്കിൽ പി എസ് എന്ന് എഴുതാം കേട്ടോ. പി ബി അല്ലെങ്കിൽ പി എസ് എന്ന് എഴുതാം. സോറി, പി ബി അല്ലെങ്കിൽ പി സി എന്ന് എഴുതാം. ഓക്കെ, പി ടി എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ലോഡ്. ഓക്കെ, അപ്പോൾ അതിലുള്ള ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഡിവൈഡർ ബൈ എന്താണ്? ഡിവൈഡർ ബൈ പി. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് ദി സോളിഡ് പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് നമ്മൾ റിവറ്റ് ഒന്നും ചെയ്യാത്ത പ്ലേറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാതെ? നമുക്കറിയാം, നമുക്ക് ഏതിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ലോഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് അല്ലേ? അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടെൻസൈൽ സ്ട്രെസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ സ്ട്രെങ്ത്തുകളും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എന്താണ്? നമ്മൾ ഓരോ പിച്ച് ലെങ്ത്തിലുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഓരോ പിച്ച് ലെങ്ത്തിലുള്ള ഷിയർ സ്ട്രെങ്ത്, പിച്ച് ലെങ്ത്തിലുള്ള ബിയറിംഗ് സ്ട്രെങ്ത്, പിച്ച് ലെങ്ത്തിലുള്ള ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, അങ്ങനെ ഓരോ പിച്ച് ലെങ്ത്തിലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ. നമുക്ക് അതേപോലെ ഇവിടെ എന്ത് ചെയ്യാം? പെർ പിച്ച് ലെങ്ത്തിൽ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, പെർ പിച്ച് ലെങ്ത് പറയുമ്പോൾ ഓരോ അല്ലേ, ഇവിടെ ഉള്ള ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പിച്ച് ലെങ്ത് ഡിസ്റ്റൻസ് ഇൻറ്റു ഏരിയ അല്ലേ, താഴത്തേക്കാണ് വരിക അല്ലേ? എന്താണ്? നമ്മുടെ തിക്നെസ്സും അല്ലേ? അപ്പോൾ ഇവിടെ മുകളിൽ നമ്മുടെ പിച്ച് ലെങ്ത് ഉണ്ടാവും, താഴോട്ട് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. ഓക്കെ, കാരണം വേറെ റിവറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പ്ലേറ്റിന് തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ക്രോസ് സെക്ഷൻ ഏരിയ എന്താണ്? പി ഇൻറ്റു ടി. ഓക്കെ, പി ഇൻറ്റു ടി. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ റിവറ്റഡ് ജോയിന്റിന്റെ സ്ട്രെങ്ത് ഓഫ് ദി സോളിഡ് പ്ലേറ്റ്, അതായത് റിവറ്റ് ചെയ്യാത്ത പ്ലേറ്റിന്റെ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫിഷ്യൻസിന്റെ ഫൈനൽ ഇക്വേഷൻ ഈസ് ദി എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ലീസ്റ്റ് വാല്യൂ ഓഫ് പി എസ്, പി ബി, പി ടി ഡിവൈഡർ ബൈ എന്താണ്? സ്ട്രെങ്ത് ഓഫ് ദി സോളിഡ് പ്ലേറ്റ്, ദാറ്റ് ഈസ് എന്താണ്? പി ടി ഇൻറ്റു സിഗ്മ ടി ഇൻറ്റു P into T. Okay, where sigma T is the tensile stress and P is the pitch of the rivet and T is the pitch length. Okay, T is the thickness of the plate. Okay, അപ്പോൾ ഇതെന്താണ്? പെർ പിച്ച് ലെങ്ത്തിലുള്ള ഇക്വേഷൻ ആണ് അത്. പെർ പിച്ച് ലെങ്ത്തിലുള്ള ഇക്വേഷൻ ആണ്, പെർ പിച്ച് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് ദി റിവറ്റഡ് ജോയിന്റ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി നിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫെയിലിയർ ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് ആണ്. അപ്പോൾ അതിൽ 4 ഫെയിലിയർ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എഫിഷ്യൻസി ഓഫ് ദി റിവറ്റഡ് ജോയിന്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നിരുന്നു. താങ്ക് യു.